ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ യു.പി. സ്കൂൾ കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നു വീണു. കാർത്തികപ്പള്ളി ഗവൺമെന്റ് സ്കൂളിലാണ് അപകടം. അവധി ദിവസമായതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. കെട്ടിടത്തിൽ ക്ലാസ് പ്രവർത്തിച്ചിരുന്നില്ലെന്ന് പ്രധാന അധ്യാപകൻ പറഞ്ഞു. കോൺഗ്രസ് പ്രവർത്തകർ മന്ത്രി ശിവൻകുട്ടിയുടെ ചിത്രം കത്തിച്ചു. ഇതോടെ സ്കൂളിൽ CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയായി. സംഭവിച്ചത് നമ്മുടെ ഈ സംഭവം നടന്ന കെട്ടിടം എന്ന് പറയുന്നത് അൺഫിറ്റായ കെട്ടിടമാണ്. കണ്ടിന്യൂസ് ആയിട്ട് കഴിഞ്ഞ 3-4 ദിവസമായിട്ട് മഴ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആ അൺഫിറ്റായ കെട്ടിടത്തിൻ്റെ വരാന്തയുടെ ഭാഗത്ത് ഒരു പോർഷൻ ഇടിഞ്ഞ് മാറിയിരിക്കുകയാണ്. ഒരു പോർഷൻ മീൻസ് അതിൻ്റെ ഓടുകളും പട്ടികലുകളും ഒക്കെയാണ് താഴോട്ട് വന്നിരിക്കുന്നത്. ഓഫീസ് മുറികളൊന്നും പൂർണ്ണമായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല. അതിനകത്ത് അലമാരകളൊക്കെ അതിനകത്ത് ഇരിപ്പുണ്ട്. ഫയലുകളൊക്കെ അതിനകത്ത് അത്യാവശ്യം നമ്മൾ സൂക്ഷിക്കുന്നുണ്ട്. പുതിയ കെട്ടിടം നമുക്ക് കിഫ്ബിയുടെ 2 കോടിയോളം രൂപ വരുന്ന കിഫ്ബിയുടെ ഒരു കെട്ടിടം നമുക്ക് സിവിൽ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക് നമുക്ക് ഇനി പണി തീർക്കാനുണ്ട്. ഇലക്ട്രിക്കൽ വർക്കിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്ക് വന്നിട്ടില്ല. ഇതിൻ്റെ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ്റെ MDക്ക് നമ്മൾ കത്ത് കൊടുക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം AXC അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. 2 ദിവസത്തിനുള്ളിൽ ഇന്ന് AXCയുമായിട്ട് സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ 2-3 ദിവസത്തിനുള്ളിൽ അതിനകത്തേക്ക് കുട്ടികളെ കയറ്റുന്നതിനാവശ്യമായിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയുമെന്നാണ് അറിയുന്നത്. നിലവിലായിട്ടില്ല. ഉടൻ തന്നെ ആകും. പഞ്ചായത്ത് ഭരണസമിതി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കാത്ത ഒരു കെട്ടിടത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള അധികാരികൾ ഇവിടുത്തെ ജനങ്ങളോടും അല്ലെങ്കിൽ വരുന്ന ദിവസങ്ങളിൽ മറുപടി പറയേണ്ടി വരും. റാൻഡം ചെക്കിങ് സംസ്ഥാന ഗവൺമെന്റ് ഇടപെട്ട് റാൻഡം ചെക്കിങ് കേരളത്തിന്റെ സ്കൂളുകളിൽ നടക്കണം. ഈ ബിൽഡിംഗ് മൊത്തം ക്ലാസ് നടന്നുകൊണ്ടിരുന്നത്. വ്യാഴാഴ്ച വരെ ഇവിടെ ക്ലാസ് ഉണ്ടായിരുന്നു. വിവരങ്ങളുമായി ഷൈജു ചേരുന്നുണ്ട്. ഷൈജു, നിലവിൽ സ്കൂൾ സ്ഥലത്ത് ഇപ്പോഴും CPM പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യാങ്കളിയാണോ? പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് ഇപ്പോൾ കാർത്തികപ്പള്ളി സ്കൂളിന്റെ പരിസരം സാക്ഷിയാകുന്നത്. ഇന്ന് രാവിലെ ഉണ്ടായ ഒരു അപകടം ഞായറാഴ്ച ആയതുകൊണ്ട് വലിയ ദുരന്തം ഒഴിവായെങ്കിൽ പോലും ഇതിൽ സ്കൂളിന്റെയും പഞ്ചായത്തിന്റെയും വിദ്യാഭ്യാസ വകുപ്പിന്റേതും അടക്കമുള്ള അനാസ്ഥയിൽ പ്രതിഷേധിച്ചാണ് പലതരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടേക്ക് നടക്കുന്നത്. ആദ്യം BJP ആണ് ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. അപ്പോൾ കോൺഗ്രസും അവിടെ പ്രതിഷേധിക്കാൻ എത്തിയിരുന്നു. ആ സന്ദർഭത്തിൽ കോൺഗ്രസ് പഞ്ചായത്ത് ഭരിക്കുന്നു, അതുകൊണ്ട് ഈ സംഭവം ഉണ്ടായ സമയത്ത് പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആരും ഇവിടേക്ക് വന്നില്ല എന്ന് ആക്ഷേപിച്ചുകൊണ്ട് BJP പ്രവർത്തകർ കോൺഗ്രസ് പ്രവർത്തകർക്ക് മേലെ തട്ടിക്കേറി. അവർ തിരിച്ചും തട്ടിക്കേറി പരസ്പരം തർക്കമുണ്ടാകുകയും ഉന്തും തള്ളും ദീർഘനേരം അത്തരത്തിൽ സമരം മാറുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് CPM പ്രവർത്തകർ ഇവിടേക്ക് പ്രതിഷേധവുമായി എത്തിയത്. CPM പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ പൊതുവിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിയുടെ ചിത്രം ഞങ്ങൾ കത്തിക്കുകയായിരുന്നു. ഈ ചിത്രങ്ങൾ കത്തിച്ചതോടുകൂടി CPM പ്രവർത്തകർ പ്രകോപിതരാകുകയായിരുന്നു. ഇത് ശരിയായ നടപടിയല്ലെന്നും ഇതിൽ കോൺഗ്രസിന് ഉത്തരവാദിത്തമുണ്ടെന്നും വിദ്യാഭ്യാസ മന്ത്രി ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവരും കോൺഗ്രസിന്റെ മേൽ തട്ടിക്കയറുകയായിരുന്നു ചെയ്തത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി തുടർന്നു. അതിനുശേഷം കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പോയി. പോലീസ് ഇടപെട്ട് രണ്ടുപേരെയും ശാന്തരാക്കാൻ ശ്രമിക്കുമ്പോഴും ഇരു കൂട്ടരും തമ്മിലുള്ള വലിയ തർക്കം ഇപ്പോഴും ആ തർക്കം ഈ സ്കൂളിന് മുന്നിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഈ കെട്ടിടത്തിൽ ഓഫീസ് പ്രവർത്തിച്ചിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി വരെ സ്കൂൾ പ്രവർത്തിച്ചിരുന്നുവെന്ന് വിദ്യാർത്ഥികളും പറയുന്നു. ക്ലാസ് പ്രവർത്തിച്ചിരുന്നു എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. എന്നാൽ
ക്ലാസ് ഇല്ല എന്നും ഓഫീസ് ഉണ്ടായിരുന്നു എന്നത് ശരിയാണ്. എന്നാൽ അതിൽ ചില അലമാരകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നു എന്ന വാദമാണ് സ്കൂൾ അധികൃതർ പങ്കുവെക്കുന്നത്. പക്ഷേ കുട്ടികൾ തന്നെ നമ്മുടെ അടക്കമുള്ള മാധ്യമങ്ങളോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ ദിവസം വരെ, അതായത് 15 ഷൈജു, അത് തന്നെയാണ് ഒരു പ്രശ്നമായിട്ട് അവിടെ നിലനിൽക്കുന്നത്. അതായത് പഞ്ചായത്ത് ഈ കെട്ടിടത്തിന് ഫിറ്റ്നസ് നിഷേധിച്ചിട്ടുണ്ടായിരുന്നു. മാത്രമല്ല പ്രധാനാധ്യാപകൻ പറയുന്നത് അവിടെ ക്ലാസ് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ വിദ്യാർത്ഥി നമ്മോട് പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം വരെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള അനാസ്ഥയല്ലേ സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുള്ളത്? അത്തരമൊരു അനാസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന പല ഘടകങ്ങളും ഇപ്പോൾ അവിടെ ഉണ്ടെന്നാണ് നമുക്കിപ്പോൾ പറയാൻ കഴിയുന്നത്. ആ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെയാണ് ഇതിൽ വ്യക്തത വരേണ്ടത്. പക്ഷെ അത്തരത്തിൽ അനാസ്ഥ ഉണ്ട് എന്നാണ്. കാരണം ക്ലാസ് മുറിക്കകത്തേക്ക് കയറി ബോർഡിലേക്ക് നോക്കുമ്പോൾ സാധാരണ നമുക്കറിയാം ക്ലാസ് മുറിക്കകത്ത് ബോർഡിനകത്ത് ഓരോ ദിവസവും തീയതി എഴുതിയതിനു ശേഷം അന്നത്തെ ഹാജർ നിലയൊക്കെ എഴുതുന്ന രീതി സാധാരണഗതിയിൽ പള്ളിക്കൂടങ്ങളിൽ ഉണ്ടാവുന്നതാണ്, സ്കൂളുകളിൽ ഉണ്ടാവുന്നതാണ്. അത്തരത്തിൽ ഒരു എഴുത്ത് ആ ബോർഡിൽ ശ്രദ്ധിച്ചാൽ 15/7/2025 എന്ന് എഴുതിയിട്ടുണ്ട്. 15-ാം തീയതി വരെ ക്ലാസ് നടന്നിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നതാണ്. വ്യാഴാഴ്ച വരെ അങ്ങനെ ക്ലാസ് നടന്നിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥി മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട്, നമ്മളോടും അത് പറയുകയും ചെയ്തു. ഞായറാഴ്ച ആയതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ അങ്ങോട്ട് വരാതിരുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട ഘടകമായി മാറും. കാരണം ഇന്ന് രാവിലെ പെയ്ത മഴയത്ത് വലിയ മഴയൊന്നും ആലപ്പുഴയിൽ പെയ്തിരുന്നുമില്ല. മഴകൾ തുടർച്ചയായി പെയ്തുകൊണ്ടിരിക്കുന്നെങ്കിലും അപകടം ഉണ്ടാകുന്ന തരത്തിലെ കാറ്റോ അങ്ങനെയൊന്നും പെയ്തിരുന്നില്ല. 50 വർഷത്തിലേറെ പഴക്കമുള്ള ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം തകരണമെങ്കിൽ അത് എന്ത് കാരണമാണ് എന്നതാണ്. കാരണം ഇത് ഫിറ്റ്നസ് ഇല്ല എന്ന് നേരത്തെ തന്നെ അറിയാമായിരുന്നിട്ടും ഇത് പൊളിച്ചു മാറ്റാൻ ഇവിടേക്ക് വിദ്യാർത്ഥികളോ മറ്റു ബന്ധപ്പെട്ട ആളുകളോ പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയില്ല എന്നൊരാക്ഷേപമാണ് നാട്ടുകാരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഒക്കെ ഉന്നയിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല കോടിക്കണക്കിന് രൂപ മുടക്കി കിഫ്ബിയിൽ നിന്ന് ഫണ്ട് അനുവദിച്ച് കെട്ടിടം പണിയുന്നു എന്ന് പറയുമ്പോൾ പോലും അതിന്റെ സിവിൽ വർക്ക് പൂർത്തിയായിട്ടുണ്ട്, 3 മാസത്തിനുള്ളിൽ അവിടേക്ക് മാറും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് പൊളിച്ചു മാറ്റുന്നതിനോ ഇവിടേക്ക് ആളുകൾ പ്രവേശിക്കാതിരിക്കുന്നതിനോ വേണ്ട ഒരു മാർഗം സ്വീകരിച്ചിട്ടില്ല എന്നൊരു പ്രശ്നമാണ് പ്രധാനമായും ഉന്നയിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ ക്ലാസ് പറയുമ്പോഴും രാവിലെ ഉണ്ടായ സംഭവത്തിന് ശേഷം വൈകുന്നേരമാണ് ഈ നാട്ടുകാർ ഈ സംഭവം അറിയുന്നത്. അതിനിടയിൽ ബെഞ്ചുകൾ ഇവിടെ ഇന്ന് ഇറക്കി മാറ്റി മറ്റു കാര്യങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട് എന്നൊരാക്ഷേപം വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതിൽ വ്യക്തത വേണമെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കണം എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ ഒരു കാരണവശാലും കെട്ടിടം ഈ കെട്ടിടമോ അതിന്റെ പരിസരത്തോ നടത്തേണ്ടതില്ല എന്ന് കളക്ടർ ഇപ്പോൾ ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. കളക്ടർ നിർദ്ദേശമനുസരിച്ച് നാളെ ക്ലാസ് നടക്കും, പക്ഷേ മറ്റൊരു കെട്ടിടത്തിലായിരിക്കും ക്ലാസ് നടത്തുക എന്ന കാര്യം കളക്ടർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിലുള്ളൊരു ഇടപെടൽ കളക്ടറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇവിടെ ക്ലാസ് നടന്നു എന്ന ഒരു ആക്ഷേപം, ആ ആക്ഷേപത്തിന്റെ എത്രമാത്രം വസ്തുതയുണ്ട് എന്നൊരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യം ഉറപ്പാണ്. കാരണം താൽക്കാലിക ഷെഡിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ക്ലാസ് മുറികളാണ്, അത് പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റും എന്നാണ്. അതുകൊണ്ട് തിങ്കളാഴ്ച മുതൽ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പറയാൻ കഴിയുന്നത്. നാട്ടുകാരുടെ പ്രതിഷേധം കനക്കുന്നത് അധികൃതർ ഇക്കാര്യത്തിൽ ഇടപെടുന്നതിനൊരു കാരണമായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഏതായാലും പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. അടുത്ത ദിവസവും ഈ പ്രതിഷേധം കനക്കും എന്ന കാര്യം ഉറപ്പാണ്. എന്ത് കാര്യം, കാരണം നമുക്കറിയാം ഈ ക്യാമ്പസ് നിൽക്കുന്നത് പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിലാണ്. കാരണം കാർത്തികപ്പള്ളി ജംഗ്ഷൻ എന്ന് പറയുന്നത് ദേശീയപാതയിലേക്കും തീരദേശത്ത് തൃക്കുന്നപ്പുഴയിലേക്കും അരിപ്പാട്ടേക്കും കായംകുളത്തേക്കും ഒക്കെ പോകുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷനാണ്. ആ ജംഗ്ഷന് സമീപത്താണ് ഈ സ്കൂൾ നിൽക്കുന്നത്. ഈ സ്കൂൾ നിൽക്കുന്ന അതേ ക്യാമ്പസിൽ തന്നെ കേരള സർവകലാശാലയ്ക്ക് കീഴിലുള്ള മറ്റൊരു കോളേജിന്റെ കെട്ടിടം കൂടി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അവിടേക്ക് രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന ഒരു പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള കെട്ടിടം കൂടി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ഒരു കെട്ടിടം അവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പലതരം ക്യാമ്പസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനകത്താണ് ഈ UP സ്കൂൾ, 50 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ഈ UP സ്കൂൾ പ്രവർത്തിക്കുന്നത്. ആ UP സ്കൂൾ പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിന്റെ പ്രധാനപ്പെട്ട, നമ്മൾ കയറി ചെല്ലുന്ന സമയത്ത് തന്നെ അവിടെ നമുക്ക് കാണാൻ കഴിയും ഗാന്ധിജിയുടെ ഒരു പ്രതിമയുണ്ട്. തൊട്ടടുത്ത് സ്കൂളിന്റെ പ്രധാനപ്പെട്ട വാതിലാണ്. ആ വാതിലേക്ക് കയറുന്ന മേൽക്കൂരയാണ് ഇടിഞ്ഞ് താഴെ വീണത്. ഇത് വിദ്യാർത്ഥികൾ സാധാരണ ഇനി ഓഫീസ് പ്രവർത്തിക്കുന്നില്ല എന്ന വാദത്തിന് സമ്മതിച്ചാൽ പോലും അവിടേക്ക് വിദ്യാർത്ഥികൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂചനയോ അവിടെ നൽകാതെയാണ് സ്കൂൾ പ്രവർത്തിച്ചിരുന്നതെന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ അൺഫിറ്റായ കെട്ടിടം പൊളിച്ചു മാറ്റുന്നതിനോ അവിടേക്ക് വിദ്യാർത്ഥികൾ വരുന്നതിനോ ശ്രമിച്ചിട്ടില്ല എന്ന് വേണം നമുക്ക് പറയാൻ. ശരി, ആലപ്പുഴ കാർത്തികപ്പള്ളിയിലെ UP സ്കൂളിന്റെ കെട്ടിടത്തിന്റെ മേൽക്കൂരയാണ് തകർന്നു വീണത്.
ഈ സ്കൂളിൽ കഴിഞ്ഞ ദിവസം വരെ ക്ലാസ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥി പറയുന്നത്. എന്നാൽ ക്ലാസ് മുറി അല്ലായിരുന്നു എന്നാണ് പ്രധാന അധ്യാപകൻ സൂചിപ്പിക്കുന്നത്. അവധി ദിവസമായതിനാൽ ഒരു വൻ ദുരന്തമാണ് ഒഴിവായത് എന്ന് പറയുന്ന ഒരു ആശ്വാസകരമായിട്ടുള്ള സംഭവമാണുള്ളത്. വിവരങ്ങൾ നൽകിയത് യു ഷൈജുവാണ്.